മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ കാണാത്തമ്പുരു മ്യൂസിക് തെറാപ്പിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. മ്യൂസിക് തെറാപ്പി പലപ്പോഴും നമുക്ക് അറിയാലോ, ഗർഭകാലത്ത് തന്നെ സംഗീതത്തിലൂടെ വരുന്ന അമ്മമാർക്ക് കുറച്ചും കൂടി സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും എന്നുള്ള പല പഠനങ്ങളുമൊക്കെ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും നമ്മുടെ ഈ ആയുർവേദത്തിൽ പ്രത്യേകിച്ചുണ്ട്, പ്രഗ്നൻ്റ് ആകുമ്പോൾ ഓരോ മാസവും ഓരോ ഗർഭരക്ഷാ മന്ത്രം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചാൻറ്റ് ചെയ്യും. അങ്ങനെ ഓരോ മന്തിലും ഓരോ മന്ത്രങ്ങളുണ്ട്. അതിങ്ങനെ ഇതുമായിട്ടാണ് മ്യൂസിക് തെറാപ്പിയായിട്ട് റിലേറ്റഡ് ആണ്. കാരണം ആ ഒരു ഫ്രീക്വൻസി, ആ വൈബ്, അത് കുട്ടിയുടെ വളരുന്ന കുട്ടിക്ക് എത്രത്തോളം നല്ലതാണെന്നുള്ള അതിൻ്റെ സ്റ്റഡീസ് ഒക്കെ ഉണ്ട്, പേപ്പേഴ്സ് ഒക്കെ ഉണ്ട് അതിൻ്റെ. അപ്പം മ്യൂസിക് തെറാപ്പി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും. നന്നായിട്ട് പാടുണ്ടോ? അപ്പൊ ഇത് ആണോ? കച്ചേരി നടത്തുന്ന ആളാ. ആണല്ലേ? ഇത് കട്ട് ചെയ്തില്ലേ? അല്ലടാ, അപ്പൊ ഇത് നോർമൽ പോസ്റ്റ്മോർട്ടം വിമണ്ണും ഇത് വേണോ, ഇപ്പൊ മ്യൂസിക് തെറാപ്പി വേണോ, അതോ PPD ഉള്ളവർക്ക് മാത്രമാണ്? നമ്മൾ മ്യൂസിക് തെറാപ്പി ഒരു അഡീഷണൽ സപ്പോർട്ടീവ് ആണ്. നമുക്ക് എന്ത് ഇല്ലെങ്കിൽ പോലും, അസുഖങ്ങൾ ഇല്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിനെ ഒന്ന് കാമാക്കി വെക്കാൻ വേണ്ടി നമുക്ക് സംഗീതം കൊണ്ട് സാധിക്കും. അപ്പം നമ്മുടെ ചികിത്സയുടെ ഒപ്പം ഇതും കൂടെ ഉണ്ടെങ്കിൽ അതൊരു അഡീഷണൽ സപ്പോർട്ടായിരിക്കും എപ്പോഴും. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് കല്യാണി രാഗം. കല്യാണി രാഗമാണ് കൂടുതലായിട്ടും ഗർഭകാലം മുതൽ പ്രസവാനന്തര സമയത്തുമൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന രാഗമായിട്ട് പറയുന്നത്. പിന്നെ ഹംസധ്വനി പോലത്തെ രാഗങ്ങൾ, പിന്നെ സാധാരണ കേൾക്കുന്ന നീലാംബരി പോലത്തെ രാഗങ്ങൾ. അതിൽ ഓരോ പാട്ട് പറഞ്ഞ എന്താന്ന് വെച്ചാൽ നമുക്ക് എനിക്ക് 2-3 അറിയില്ല, റീൽ കണ്ടിട്ടുണ്ട് കല്യാണി രാഗത്തിലെ പാട്ടുകൾ. നമുക്ക് കല്യാണിയിൽ നമ്മൾ വളരെ ഫേമസ് ആയിട്ടൊരു പാട്ടുണ്ട്. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, എൻ്റെ വിരുന്നുകാരൻ. അതുണ്ട്. എനിക്ക് പാടാൻ പറ്റിയിരുന്നെങ്കിൽ അല്ലേ. പിന്നെ നമ്മൾ രസികൻ സിനിമയിലെ തൊട്ടൊരു മീരിക്കാൻ കൊതിയായി, നിന്നെ കട്ടെടുത്തു പറക്കാൻ കൊതിയായി, ആ പാട്ടുണ്ട്. അതെല്ലാം കല്യാണി രാഗം. അത് കല്യാണി രാഗം. പിന്നെ തമിഴിലുള്ള സുന്ദരി കണ്ണാലൊരു സേതേ, അതുണ്ട്. ഇതെല്ലാം കല്യാണി രാഗത്തിൽ വരുന്നത്. ഈ പാട്ടൊക്കെ നമ്മൾ പ്രഗ്നൻസിയിലും കേൾക്കുന്നത് നല്ലതാണ്, ഡെലിവറി കഴിഞ്ഞിട്ടും കേൾക്കുന്നത് നല്ലതാണ്. ഈ രാഗങ്ങളുടെ ഒരു സ്വരസ്ഥാനമൊക്കെ നമുക്ക് വളരെയധികം സൂത്തനിങ് ആയിട്ടിരിക്കും. അതേപോലെ തന്നെ വളരെ ഫേമസ് നീലാംബരിയിലുള്ള നമ്മൾ എന്നും കേൾക്കുന്ന ഇരമൻ തമ്പിയുടെ ഓമനത്തിങ്കൾ, അത് ഇതേപോലെയാണ്. നീലാംബരി അതറിയാലോ. ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമള താമര ഇതുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഹംസധ്വനി. ഹംസധ്വനിയിൽ നമുക്ക് മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ കാണാത്തമ്പുരു മോളിലൊക്കെയാണ് അപ്പൊ ഈ പാട്ടുകളെല്ലാം, അപ്പൊ ഇത്തരത്തിലുള്ള പാട്ടുകൾ കൃത്യമായി കേൾക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് പലപ്പോഴും മനസ്സിനെ കുറച്ചും കൂടെ കാമാക്കി വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതിപ്പം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നുള്ളതല്ല, ഏതൊരു കണ്ടീഷനിലും നമുക്ക് അഡീഷണൽ സപ്പോർട്ടാണ് മനസ്സിന്. നമ്മൾ ഈ ആയുർവേദത്തിൻ്റെ ചികിത്സ പറയുമ്പം അങ്ങനെയാണ്, ആയുർവേദത്തിൽ ശരീരവും മനസ്സും ഒന്ന് തന്നെയാണ്. നമുക്ക് രണ്ടിനും വ്യത്യസ്തമായിട്ട് ചികിത്സിക്കാൻ പറ്റില്ല. അപ്പം മനസ്സിൻ്റെ ആരോഗ്യത്തിന്, മനസ്സെന്ന് പറയും നമ്മൾ സത്വമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ സത്വത്തിനെ കുറച്ചും കൂടെ പ്രബലമാക്കാൻ, കുറച്ചും കൂടെ ബലപ്പെടുത്താൻ നമുക്ക് യോഗയും ഇതുപോലുള്ള സംഗീതവുമൊക്കെ ഒത്തിരി നമ്മളെ സഹായിക്കും. അതിനോടൊപ്പം തന്നെ ഭക്ഷണം, വ്യായാമം, കൃത്യമായ ജീവിത രീതി എല്ലായിടത്തും ആവശ്യമാണ്. അത് പ്രസവാനന്തര വിഷാദത്തിലും നിർബന്ധമായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ
നമുക്ക് ആവശ്യം തന്നെയാണ്. അപ്പം ഈ പറഞ്ഞ PPD അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ നമുക്ക് പ്രഗ്നൻസി ടൈമിൽ തന്നെ നേരത്തെ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും മെഷേഴ്സ് എടുക്കാൻ പറ്റുമോ? അങ്ങനെ ഓൾറെഡി വരാൻ ചാൻസ് ഉള്ള ആൾക്കാർ അങ്ങനെ എന്തെങ്കിലും ഒരു കാറ്റഗറി ഉണ്ടോ? അതിപ്പോൾ നമുക്ക് ഓൾറെഡി ഹൈ റിസ്ക് പ്രഗ്നൻസി ഉള്ളവരില്ല, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജനിതകപരമായി മാനസിക രോഗ പ്രശ്നങ്ങളുള്ള ഫാമിലി ഉള്ളവർക്ക്, അല്ലെങ്കിൽ ആദ്യ പ്രസവത്തിൽ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ വന്നവർക്ക്, ഇവരെയൊക്കെ നമുക്ക് മുൻകൂട്ടി തന്നെ ഒരു പ്രസവാനന്തര വിഷാദം ഉണ്ടാവാനുള്ള സാധ്യത കണക്കിലാക്കിക്കൊണ്ട് കുറച്ചും കൂടെ ശ്രദ്ധിക്കാൻ ഒബ്സർവേഷൻ പോലെ വേണം. പ്രഗ്നൻസി തന്നെ ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷനിൽ വരുന്നവർക്ക്, അതെ. ഇപ്പൊ വർക്കിംഗ് വിമൺ ആണെങ്കിൽ അതെ. സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചുകൂടി ഒരു ടേക്ക് കെയർ ആവശ്യമാണ്. ചെയ്യാൻ പറ്റും. അപ്പം നമുക്കതിൻ്റെ ഒരു സിവിയറിറ്റിയിൽ പോകാതെ നമുക്കതിനെ കുറച്ചും കൂടെ പ്രിവെൻറ്റ് എസ്പെഷ്യലി ചെയ്യാൻ PG ചെയ്യുമ്പം പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ, അതെ 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 PG ടൈമിൽ അല്ലെങ്കിൽ PhD ടൈമിൽ പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ ശരി. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്ത് നമുക്ക് നേരത്തെ നമുക്കിങ്ങനെ അതെ ഈ അതെ സൂതിങ് ആയിട്ടുള്ള റിലാക്സേഷൻ ഇതെല്ലാം നേരത്തെ പറഞ്ഞു വെക്കണം അല്ലേ? അതിനോടൊപ്പം അവരുടെ കുടുംബത്തിനെ ഇതിനെപ്പറ്റി അവെയർ ആക്കാൻ പറ്റും. അതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം. പലപ്പോഴും ഇന്നും എത്ര നമ്മൾ അഡ്വാൻസ്ഡ് ആണെന്ന് പറഞ്ഞാലും ഇന്നും സമൂഹത്തിൽ പ്രസവാനന്തര വിഷാദമൊക്കെ ഇതൊക്കെ ഒരു അസുഖമാണോ എന്ന് ചോദിക്കുന്ന അഭ്യസ്ത വിദ്യരായിട്ടുള്ളവർ തന്നെ നമ്മുടെ ഒപ്പമുണ്ട്. അപ്പൊ അവർക്കൊക്കെ കൂടുതലായിട്ട് ഇതിനെ പറ്റിയിട്ട് അറിവ് കൊടുക്കുക എന്നുള്ളത് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഫാമിലി മെമ്പേഴ്സിന് നമ്മളൊരു അവയർനെസ് കൊടുക്കണം പ്രഗ്നൻസി ടൈമിൽ തന്നെ. പേഷ്യന്റിന് ഇത് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പലപ്പോഴും അറിയാൻ പറ്റില്ല അല്ലേ? കൂടുതൽ ഈ കൂടെ ഉള്ളവർക്കാണ് ഇത് മനസ്സിലാവേണ്ടത്. രണ്ട് തരത്തിലുണ്ട്. ചില പേഷ്യൻസ് അവർക്ക് തന്നെ അറിഞ്ഞ് അവർ തന്നെ പറയാറുണ്ട് ബുദ്ധിമുട്ടുണ്ട് വന്നു തുടങ്ങുന്നുണ്ടെന്ന്. ചിലപ്പം ചില ഫാമിലി മെമ്പേഴ്സിന് അത് മനസ്സിലാവാത്തതുകൊണ്ട്, ചില ഫാമിലി മെമ്പേഴ്സിനെ മനസ്സിലാക്കുന്നവരുണ്ട്, അവർ തന്നെ വന്ന് തുടക്കത്തിലേ പറയാറുണ്ട്. എല്ലാ ക്രൈറ്റീരിയയിലുള്ളവരുമുണ്ട്. എന്തുകൊണ്ടാണ് ഈ നമ്മൾ ഇത് എല്ലാം കോമൺ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്, അവയർനെസ് ക്ലാസ് ഒക്കെ കൊടുക്കുന്നുണ്ട്, എന്നിട്ട് പോലും മിക്ക സ്ത്രീകളും എനിക്കിങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞൊരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് വരാൻ മടിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്നാണ് തോന്നിയിട്ടുള്ളത്? അതിനൊരു എക്സാമ്പിളായിട്ട് പറയാം. നമ്മളിത് നാഷണൽ ആയുഷ് മിഷൻ്റെ മാനസികാരോഗ്യത്തിൻ്റെ പ്രോജക്റ്റാണ്. പക്ഷെ നമ്മളതിനെ ഒരിക്കലും ഒരു സൈക്യാട്രി OP ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. അതിൻ്റെ പേര് നാഷണൽ ആയുഷ് മിഷൻ ഇട്ടിരിക്കുന്ന ഹർഷം എന്നാണ്. അതിൻ്റെ ഒരു റീസൺ ഇങ്ങനെയാണ്, ഒരു സൈക്യാട്രി OPയിൽ ഇപ്പോഴും വന്ന് കാണിക്കാൻ സമൂഹത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിപ്പോഴും ഒരു സ്റ്റിഗ്മ മാറുന്നത്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് അവരുടെ ഒരു ആത്മാഭിമാനത്തിനെ മുറിവേൽക്കാത്ത രീതിയിൽ വന്ന് കാണാൻ പറ്റുന്ന ഒരു OP ആ ഒരു പേരിനെ ഹർഷം എന്നാക്കിയിരിക്കുകയാണ്. അപ്പോൾ പൊതുസമൂഹത്തിന് ഒരിക്കലും അതൊരു മാനസിക OPയിലേക്ക് കയറിപ്പോകുന്ന പോലെ തോന്നില്ല. സന്തോഷത്തിൻ്റെ പാത്വയിലേക്ക് കയറിപ്പോകുക പലർക്കും അറിയില്ല എന്താണ് ഹർഷ OP എന്നുള്ളത്. അപ്പം അങ്ങനെയാണ് ഇപ്പോഴും സമൂഹം. പേര് അങ്ങനെ ഹർഷം എന്ന് വെച്ചാൽ എന്താണ്? ഹാപ്പിനെസ് അല്ലെങ്കിൽ സന്തോഷത്തിലേക്കുള്ള ഒരു പാത്വേ. മാനസിക ആരോഗ്യത്തിനെ നമ്മൾ അങ്ങനെയാണ് ഇപ്പോൾ വിളിക്കുന്നത്. ആ ഒരു സ്റ്റിഗ്മ നമ്മൾ മാറ്റിയെടുക്കേണ്ടതല്ലേ ശരിക്കും? അതായത് ഒരു തെറാപ്പി എടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് എടുക്കുന്നതോ, മനസ്സിന് നമുക്ക് പ്രശ്നമുള്ളപ്പോൾ അതൊന്ന് അഡ്രസ്സ് ചെയ്യപ്പെടുക, അതിന് വേണ്ട ഡോക്ടറെ കാണുക എന്നുള്ളത് നമ്മൾ അത് എല്ലാവരും ഒന്ന് അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യം. കാലം അതിക്രമിച്ചെന്ന് തോന്നുന്നില്ലേ? നമ്മൾ എന്താണ് ബോഡിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഡോക്ടറെ കാണുന്നത് പോലെ തന്നെ സാധാരണമായി മാറേണ്ടതല്ലേ മനസ്സിനും, ഇക്കാലത്ത് പ്രത്യേകിച്ചും? അത് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്, പഴയതിൽ നിന്ന് ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. കുറേയധികം സെലിബ്രിറ്റികൾ അവർ തുറന്ന് ഇതിനെപ്പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും ഒത്തിരി വ്യത്യാസം വന്നു. പക്ഷെ എന്നാലും നമ്മുടെ ഒരു OP എന്നൊക്കെ പറയുന്ന കുറച്ച് റൂറൽ ഏരിയകളിലാണ് നമ്മൾ പല ഹോസ്പിറ്റൽസും ഉള്ളത്. അവിടെയൊക്കെ ഇപ്പോഴും ഇതൊരു ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ആളുകളുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളിപ്പം ഇങ്ങനെ എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാൻ പ്രസവിച്ചു, എനിക്ക് എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നിയ ഒരു സൈക്യാട്രിസ്റ്റിനെ ഞാൻ കണ്ടു എന്ന് വെച്ചാൽ, ചിലപ്പോൾ ഈ ഒരു ഇത്രയും ഒരു അവയർനെസ് ഇല്ലാത്തൊരു ഫാമിലിയാണ് എനിക്കുള്ളതെങ്കിൽ ഇനി കുട്ടിയെ എൻ്റെ കയ്യിലോട്ട് തരാൻ അവർക്കൊരു മടി കാണിക്കാം. ചില വീടുകളിൽ അങ്ങനെ സംഭവിക്കും. കാരണം സൈക്യാട്രിയെ കണ്ട അമ്മയാണ്, അപ്പം ഇതിനെ കുട്ടിയെ ഉപദ്രവിക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അകൽച്ച കുട്ടിയും അമ്മയും കൂടെ തമ്മിൽ അവർ വരുത്താനൊരു സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പേടിച്ച് അമ്മമാര് പറയാതിരിക്കാൻ സാധ്യതയുണ്ട്.